ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടാരൂസ് കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നൂൽ പൊറോട്ട ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം മാവ് കുഴയ്ക്കണം, വീശി അടിക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടാണ് ഒരു പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനായി 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ദോശയ്ക്ക് മാവൊക്കെ കലക്കില്ലേ, അപ്പോൾ കാണില്ലേ കട്ടൊന്നും ഇല്ലാതെ കിട്ടുന്നത്, അതേപോലെ വേണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ബോട്ടിലാണ്. വായവട്ടമൊക്കെ ഉണ്ട് താനും. ഇതിലേക്ക് മാവ് ഒഴിക്കാനായിട്ടും ഈസിയാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ മൂടിയിൽ ചെറിയൊരു ഹോളും ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കവറിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കോൺ രൂപത്തിലാക്കി ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒത്തിരിയും കൂടി ഈസി ആയിട്ട് തോന്നിയത് എനിക്കൊരു ബോട്ടിൽ ഒഴിച്ചിട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ മൂടി ഇട്ട് കൊടുത്തു. അതിനൊരു ചെറിയൊരു വലിപ്പത്തിലുള്ള ഹോളാണ്, അത് നേരത്തെ ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ബോട്ടിൽ മെല്ലെ എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കമത്തി പിടിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നൂലായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നൂലായിട്ട് ഇങ്ങനെ നമ്മൾ ഡിസൈൻ ഇങ്ങനെ വട്ടത്തിൽ കറക്കി ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മുകളിലായിട്ട് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് ആക്കി കൊടുക്കണം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. കാരണം ഒരു 2-3 മിനിറ്റിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ നൂൽ പൊറോട്ട. അപ്പോൾ നമ്മുടെ നേരെ 2 സൈഡൊക്കെ വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ നീക്കി വയ്ക്കാം. ആദ്യത്തെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില ഡിസൈനൊക്കെ ചെറുതായിട്ടോ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടാമത് എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി നല്ല ഡിസൈനാക്കിയിട്ട് ചുറ്റിച്ചെടുക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആയിട്ട് ചുറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അത്രയൊക്കെ തന്നെയുള്ളത്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണത് ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞിട്ട് നമുക്ക് കിട്ടും. പിന്നെ നല്ല സ്മൂത്തും ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.